അപ്പൊ നമ്മള് കാസ്രേസിലാണ് നിൽക്കുന്നത്, സ്പെയിനിന്റെ ഏറ്റവും അറ്റത്തായിട്ട്. അപ്പൊ നമ്മൾ പോകാൻ പോകുന്നത് മാൽപ്പാരിക എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അപ്പൊ നമുക്ക് അതിന്റെ വിശേഷം കാഴ്ചകളൊക്കെ കാണാം. അപ്പൊ ഒരുപാട് പേരോട് വന്നിട്ടുണ്ട് കേട്ടോ, സംഖ്യയിൽപ്പെടാത്ത ആൾക്കാരോട് ഉണ്ട്. 2 കാറിലായിട്ടാണ് നമ്മൾ പോണത്. അപ്പൊ അവിടെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നമുക്ക് അറിയാൻ പാടില്ല. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, അവിടെ പോവാം. കാസ്രേസിലെ മാൽപ്പാരികയിലേക്ക് എല്ലാവരും ഒരുമിച്ചുള്ള ഒരു യാത്രയാണ്. ഒരുപാട് സ്ഥലങ്ങൾ കാണണമെന്നൊന്നും ഞങ്ങൾക്കില്ല. വളരെ പരിമിതമായിട്ടുള്ള സമയമാണ് നമ്മൾ കാസ്രേസിൽ ഉണ്ടാവത്തുള്ളൂ. ആ ഒരു സമയം കൊണ്ട് കാണാൻ പറ്റുന്ന കാഴ്ചകളൊക്കെ കാണണം. നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഒരു കാമ്പോയിലേക്ക് പോകാനായിട്ടാണ്. അരമണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മൾ ആ കാമ്പോയിലേക്ക് എത്തി. അപ്പൊ നമ്മളിതേ പോകാൻ പോകുന്നത് ഇത്രയും പേരുടെ കൂടെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, ഒരു കൂട്ടമായിട്ടുള്ളൊരു ജാഥ തന്നെയാന്ന് പറയാം. കുറെ പശുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട്, കാമ്പോസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കണ്ടില്ലേ, ഒരു എന്താ പറയാ, ഒരു ആനയുടെ വലിപ്പമുള്ള പശു എന്നൊക്കെ പറയാം. ഇതിന് കണ്ണൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പേടിയാകും. കണ്ണൊക്കെ ഒരു നീല കണ്ണ് പോലത്തെ കണ്ണാണ്. ഈ പശുവിന്റെ ചവിട്ടിലൊക്കെ ഓരോ സാധനങ്ങൾ തൂക്കിയിട്ടിട്ടുണ്ടല്ലോ. ഓരോ ഫാമിന്റെ. അപ്പൊ എല്ലാം പലതരം ഫാമിലാണല്ലേ. നമ്പേഴ്സ് ശ്രദ്ധിച്ചേ, 0670 അത് ഒരേ ഇതിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ പശുവിന് എണ്ണം ഉണ്ടാവും. ഓ, ഇതൊക്കെ ഒരു കാമ്പോ എന്നുള്ളതായിരിക്കും അല്ലെ? നോക്കി നീ വിളിച്ചാ വരൂ. ആണോ? അത് മാത്രല്ല, കഴിഞ്ഞിട്ട് നീ വിളിച്ചാല് ശബ്ദം ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പറന്നു വരും. നിന്റെ ചേച്ചി ഇതേ ഇതുപോലെ തന്നെ അരയന്നങ്ങളെ വിളിക്കാനായിട്ട് കുറെ സാധനങ്ങളായിട്ടുണ്ട്. ഞങ്ങൾക്ക് പോലും ഭക്ഷണ സാധനങ്ങൾ തരാത്തില്ല ചേച്ചി. അരയന്നങ്ങൾക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോവാണ്. ചേട്ടാ, അവിടെ ഒരു പശു നിക്കണ്ടാ. പശു കുത്തോ? എനിക്ക് മുമ്പ് കുത്തിയ എക്സ്പീരിയൻസ് ഇല്ല. ഒരു കാര്യം ചേച്ചി ഫ്രണ്ടിലോ, ഞാൻ ചേച്ചിയുടെ പുറകേല് വരാം. ഒരു പശുവിന്റെ കുഞ്ഞിനെ നോക്കി വെച്ച് എന്തൊരു പാവം പോലെ ഇരിക്കണത്. കൊറേ ചാണകം ഉണ്ടായിരുന്നു, ഇതിലായിരുന്നെങ്കിൽ എല്ലാം പിറക്കി വെക്കാറുന്നു. നീ ഒരു കാര്യം, ഞങ്ങളുടെ വീടിന്റെ പറമ്പില് കൊറേ കുതിരയുടെ ചാണകം കൊണ്ടൊക്കെ ചേട്ടാ പോകുന്നതേ ഇവക്ക് കുതിരയുടെ ചാണകം വേണമെന്ന് ഒക്കെ കൊണ്ടുപോട്ടാ. സണ്ണിച്ചേട്ടന്റെ വണ്ടിയിൽ ഞങ്ങൾ കയറ്റും. എന്ത് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? സണ്ണിച്ചേട്ടന്റെ വണ്ടിയിൽ ഞങ്ങൾ പോകുമ്പോ കുതിരയുടെ ചാണകം കയറ്റും. നമുക്ക് എല്ലാവരെയും ഒന്ന് പരിചയപ്പെടാം. നമ്മുടെ കൂട്ടത്തില് സണ്ണിച്ചേട്ടന്റെ ഫാമിലി, പിന്നെ റൈഗൻ ചേട്ടന്റെ ഫാമിലി, പിന്നെ അതുപോലെ തന്നെ ഞാൻ. ഇതാണ് റൈഗൻ ചേട്ടൻ. ഇതാണ് റൈഗൻ ചേട്ടന്റെ പ്രോഡക്റ്റ്. സഞ്ചി കൊണ്ട് പോകുന്ന വേറൊരു പ്രോഡക്റ്റ്. വീഡിയോ എടുക്കാണ്. ഹെയർ പിടിച്ച് നടക്കുന്ന റൈഗൻ ചേട്ടന്റെ അതേ മുഖമുള്ള കൊച്ച്. ചേച്ചിയാണെങ്കില് കൊക്കുകൾക്ക് തീറ്റ കൊടുക്കാൻ പോവാണ്. പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് ഇത്. വർഷങ്ങളായിട്ടുണ്ടായ ഒരു സ്ഥലങ്ങളാണ്. ഇത് വളരെ ബ്യൂട്ടിയാണ്. ഞാൻ പറയുകയാണെങ്കിൽ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും നല്ലൊരു ബ്യൂട്ടി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. വേറെ ഒന്നും ഇല്ലെന്ന് തന്നെ പറയാം. പണ്ടത്തെ വാഷ് ബേസിനാന്ന് പറഞ്ഞ് ഏതോ വൃത്തികെട്ട കല്ല് കാണിച്ചെന്നേ കാണാനില്ല ചേച്ചി. ശരിക്കും ഈശ്വര, ഇവിടെ ഹോളൊക്കെ ഉണ്ട്. ചേച്ചിയുടെ അമ്മ അത് സമ്മതിച്ചു കഴിഞ്ഞിരിക്കുന്നു. വിശന്നു കഴിഞ്ഞാൽ തിന്നാനായിട്ട് കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് തിന്നുകൊണ്ട് നമ്മളിങ്ങനെ നടന്നു. ഇവിടെ കാണാനായിട്ട് കുറച്ച് പശുക്കിടങ്ങളും കുറേ താറാവും കുഞ്ഞുങ്ങളും ഉണ്ട്. താറാവിന് ആളുകൾ വന്ന് തീറ്റ കൊടുക്കുന്ന ഒരു വലിയ തടാകമാണെന്നാണ് ലിൻഡ ചേച്ചി ഞങ്ങളോട് പറഞ്ഞത്. ഇവിടുത്തെ താറാവുകളൊക്കെ പറക്കും അത്രേ. ഞങ്ങളുടെ കയ്യിൽ കുറച്ച് ബ്രെഡിന്റെ ക്രംസ് ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ അങ്ങ് അറ്റത്ത് നിന്ന് താറാവ് ഓടി വന്നു. ഇനി ഈ ബ്രെഡിന്റെ ക്രംസ് തീരുന്ന വരെ താറാവും കുഞ്ഞുങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും. എല്ലാവരും വാ. എന്ത് രസമല്ലേ, ഇത് കൂടെ നോക്കിയിട്ട് നല്ല ഭംഗി. ഈ ഒരു സോങ് നമ്മൾ പഠിച്ചിരിക്കണം. അതെ, പറന്നു വാ.
ഇവിടെ താറാവ് മാത്രമല്ല മീനും ഉണ്ട്. പക്ഷെ മീനിന് ലൈസൻസ് എടുക്കണം. മീൻപിടുത്തത്തിന് ഒരു എക്സാം ഒക്കെ ഉണ്ടെന്നാണ് ലിൻഡ ചേച്ചി പറഞ്ഞത്. തൊളേതോയിൽ 5 യൂറോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലൈസൻസ് കിട്ടും. പക്ഷെ ഇവിടെ എക്സാം ഒക്കെ എഴുതണം. താറാവ് കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കുന്ന ഈ തടാകത്തിന്റെ അടുത്ത് തന്നെ ഞാൻ കുറെ മീനെ കണ്ടു. മീൻപിടുത്തക്കാർ മീനെ പിടിച്ചിട്ട് പിടിച്ച മീനുകളെല്ലാം തടാകത്തിന്റെ സൈഡിൽ കൊണ്ടിടുകയാണ് ചെയ്യുന്നത്. പിടിച്ച മീനുകളൊന്നും ഇവർ ഭക്ഷിക്കില്ല. കാരണം ഈ ജലാശയത്തിലെ വെള്ളം അത്ര നല്ല വെള്ളമൊന്നും അല്ല. അതുകൊണ്ട് തന്നെ ഒരു എന്റർടൈൻമെന്റിന് വേണ്ടി മാത്രമാണ് ഇവർ മീനെ പിടിക്കുന്നത്. മീനെ പിടിച്ച് അവർ ആനന്ദം കണ്ടെത്തി കഴിഞ്ഞിട്ട് പിന്നെയുള്ള മീനുകളെ, അതായത് പിടിച്ച മീനുകളെ മൊത്തം ഇവർ തടാകത്തിന്റെ വെളിയിലിട്ടിട്ട് അങ്ങോട്ട് പോകും. ഇത് തന്നെയാണ് സ്പെയിനിലെ മിക്ക പുഴകളുടെയും തടാകത്തിന്റെ സൈഡിലൊക്കെ നടക്കുന്നത്. മീന് തീറ്റ കൊടുത്ത ശേഷം കാസറീസിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു പള്ളിയിലേക്കാണ് കേട്ടോ പിന്നെ പോകുന്നത്. എന്താന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് നമുക്കിത് കാണിച്ചു തരുന്നതാണ്. ഇതാണ് മിരാദോർ ദെൽ കാസറേസ് എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാസറേസിന്റെ ഭംഗിയെല്ലാം നമുക്ക് കാണാൻ പറ്റും. കാസറേസിലെ ഏറ്റവും ഉയരം കൂടിയ പള്ളിയുടെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത്. ആ പള്ളിയിൽ നിന്ന് താഴത്തേക്ക് നോക്കിയാൽ ഈ ഒരു വ്യൂ ആണ് നമ്മൾ കാണുന്നത്. ഒരുപാട് ടൂറിസ്റ്റുകാർ വന്നു പോകുന്ന പള്ളി ആയതുകൊണ്ട് തന്നെ പള്ളിയുടെ ഫ്രണ്ടിൽ തന്നെ കാസറേസ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുള്ള ഒരു വലിയ ബോർഡ് നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് സമയം കളയാതെ പള്ളിയുടെ ഉള്ളിലോട്ടൊന്ന് പോകാം. ചരിത്രപരമായിട്ട് ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ഒരു പള്ളിയാണിത്. പള്ളിയുടെ ഉള്ളിലോട്ടൊന്ന് കണ്ടുപോക്കാം. പള്ളിയുടെ ഉള്ളിലോട്ട് നമുക്ക് എല്ലാം പകർന്നു തരാനായിട്ട് ഇത് അറിഞ്ഞിട്ട് നിറകടമായി ലിൻഡ ചേച്ചി പള്ളിയിൽ ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ കയറിയത്. പക്ഷെ ഞങ്ങൾ 5 പേരെ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ബെല്ല ചേച്ചി, എൽസി ചേച്ചി ഞങ്ങൾക്ക് മുമ്പായിട്ട് ചെന്നിരുന്നു. പിന്നീട് ലിൻഡ ചേച്ചി, ഞാനും ആച്ചുവും മാത്രമാണ് പള്ളിയിൽ കയറിയത്. മൊത്തത്തിൽ ഞങ്ങൾ 5 പേരെ ഈ പള്ളിയിൽ ഉണ്ടായിരുന്നുള്ളൂ. കാസറേസിന്റെ ഏറ്റവും തുഞ്ചത്താണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകാരാണ് ഈ പള്ളിയിലേക്ക് അധികവും വരാറ്. പള്ളിയുടെ മുകളിലുള്ള ആർട്ട് വർക്കും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ? സ്പാനിഷ് പള്ളിയുടെ ആർട്ട് വർക്കിനെ കുറിച്ച് പിന്നെ പറയേണ്ടതേ ഇല്ലല്ലോ. നമ്മൾ കയറി വരുന്ന സ്ഥലത്ത് മാതാവിന്റെ രൂപക്കോടാണെങ്കിൽ അപ്പുറത്തെ സ്ഥലത്ത് ഈശോന്റെ രൂപക്കോടാണ്. അതാണ് ഈ പള്ളിയുടെ പൊതുവായിട്ടുള്ള പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നത്. പള്ളിയിൽ കുറച്ചു നേരം ചെലവഴിച്ചതിന് ശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. അതൊക്കെ തണുപ്പ് കൂടി വരുന്നുണ്ട്. കാസറേസ് എന്ന് പറഞ്ഞ് അടിച്ചു കൊടുക്കുമ്പോൾ ആദ്യം കാണുന്നത് ഈ ഒരു ഫേമസ് ആയിട്ടുള്ള ഈശോ കൈയും വിരിച്ചിരിക്കുന്ന ഒരു ഫോട്ടോയാണ്. നമുക്ക് എന്തായാലും ഇവിടുന്ന് യാത്ര പറയാനായിട്ട് സമയമായി. അപ്പൊ നെക്സ്റ്റ് വ്ലോഗിൽ കാണുന്നവരേക്കും ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.